നമസ്കാരം. ചൈനയെ തകർക്കാൻ അമേരിക്ക, ചൈനയെ ചതിച്ചത് ഷീ ജിൻപിങ്ങിൻ്റെ സുഹൃത്ത്. ഇങ്ങനെ ഒരു വാർത്ത ചിലപ്പോൾ ചൈനക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ഞെട്ടിത്തെരിച്ചു പോവുകയാണ് ഷീ ജിൻപിങ്. ആരാണ് അത്തരത്തിലൊരു പണി ഈ രാജ്യത്തിൽ നടത്തിയത്? വലം കൈയായി നിൽക്കുന്ന ആൾ തന്നെ പണി നൽകിയെന്നറിഞ്ഞപ്പോൾ ഞെട്ടിത്തെരിച്ചു പോയി ഷീ ജിൻപിങ്. രാജ്യത്തിന്റെ ആണവ പദ്ധതി, ആ ആണവ പദ്ധതിയെ അമേരിക്കയ്ക്ക് ചോർത്തി നൽകിയിരിക്കുന്നു. അത് നൽകിയിരിക്കുന്നത് സൈനിക ഉന്നതൻ. അമേരിക്ക ആണവ പദ്ധതിയുടെ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് ചൈനീസ് ഉന്നതനെതിരെയുള്ള ആരോപണം വരുമ്പോൾ അത് സാഹൂതം കേൾക്കുകയാണ് ചൈനീസ് കേന്ദ്രങ്ങൾ. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ കീഴിലുള്ള രണ്ടാമത്തെ കമാൻഡറും കേന്ദ്ര സൈനിക കമ്മീഷൻ വൈസ് ചെയർമാനുമായിട്ടുള്ള ഷാങ് യുക്കാസിയക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. ഷിയുടെ ഏറ്റവും അടുത്ത സൈനിക സഖ്യകക്ഷികളിൽ ഒരാളായാണ് ഷാങ് അറിയപ്പെട്ടിരുന്നത്. ചൈനയുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ US ചോർത്തി നൽകിയതിനും ഉദ്യോഗസ്ഥനെ പ്രതിരോധ മന്ത്രിയായി സ്ഥാനക്കയറ്റം നൽകുന്നത് പോലുള്ള ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്കായിട്ട് കൈക്കൂലി വാങ്ങി എന്നുമുള്ള ആരോപണങ്ങൾ CMCയുടെ ജോയിന്റ് സ്റ്റാഫ് വകുപ്പിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള ഷാങ്ങും ലിയു സെൻസിലിയും അന്വേഷണത്തിലാണ് എന്നുകൂടി ചൈനീസ് മന്ത്രാലയം പറയുന്നുണ്ട്. കാരണം അത്തരത്തിൽ പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം എന്ന് പറയപ്പെടുന്നത് പ്രതിരോധ മന്ത്രിയായിട്ട് സ്ഥാനക്കയറ്റം നൽകുന്നതിന് പോലും ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്കായിട്ട് കൈക്കൂലി വാങ്ങുക ചെയ്തു. മറ്റൊന്ന്, ചൈനയുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയ്ക്ക് ചോർത്തി കൊടുത്തു. ഷാങ്ങിന് ഷിജിയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ അടുപ്പം കാരണം സുരക്ഷാ വിശകലന വിദഗ്ധരും വിദേശ നയതന്ത്രജ്ഞരും സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ചൈനയുടെ ഉന്നത സൈനിക നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് അന്വേഷണം സൂചിപ്പിക്കുന്നുണ്ട്. ഭരണകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഷാങ് യുദ്ധപരിചയമുള്ള ചുരുക്കം ചില മുൻനിര ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് എന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം തായ്വാൻ ചൈനയെ നിരീക്ഷിക്കുന്നത് ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചൈനയുടെ പാർട്ടി, സർക്കാർ, സൈനിക നേതൃത്വം എന്നിവയുടെയൊക്കെ ഉന്നത തലങ്ങളിലെ അസാധാരണമായിട്ടുള്ള മാറ്റങ്ങൾ വളരെ കൃത്യമായി സൂക്ഷ്മമായിട്ടാണ് തായ്വാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. തായ്വാനെതിരെ ബലപ്രയോഗം ചൈന ഒരിക്കലും ഉപേക്ഷിച്ചില്ല എന്ന വസ്തുതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സൈന്യത്തിന്റെ നിലപാട് എന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രി വെല്ലിംഗ്ടൺ കു പാർലമെന്റിൽ പ്രവർത്തകരോട് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. തായ്വാനെ കൈയടക്കുക എന്നുള്ള ലക്ഷ്യം ഒരിക്കലും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പിടിച്ചടക്കുക എന്നുള്ള ഉണ്ടായിട്ടില്ല. പക്ഷേ ചൈനയുടെ ആണവ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ആണവ തന്ത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ആ ആണവ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി കൊടുക്കുക എന്ന് പറയപ്പെടുന്നത്, കൂടെ ഒരു രാജ്യത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിന് ഒറ്റുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തിനോട് കാണിക്കുന്ന നീതികേട് തന്നെയാണ്. രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷീ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ ഈ ഷാങ് യുക്കാസിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്താണ് അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പോകുന്ന സൈനിക നടപടികൾ അല്ലെങ്കിൽ നിയമ നടപടികൾ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക, ആയുധ ശേഖരം കൂട്ടുക, ഒപ്പം തന്നെ ആണവായുധങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകളടക്കം അല്ലെങ്കിൽ ആണവ പദ്ധതിയുടെ വിവരങ്ങളടക്കം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾ കൂടിയാണ് ഈ ഷാങ് യുക്കാസിയ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്നത് ചൈനയെ തകർക്കുന്നതിനുള്ള മാർഗങ്ങളായി വേണം ഇനി പരിണമിക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള ആണവ രഹസ്യങ്ങൾ, ആണവ പദ്ധതിയുടെ വിവരങ്ങൾ ചോർത്തി നൽകി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ, ചൈനയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഏത് വിധത്തിലാണ് നടക്കുന്നത് എന്നും നാളെ ഈ ആണവ പദ്ധതികളുടെയും ആണവ നിലയങ്ങളുടെ അടക്കം രഹസ്യങ്ങൾ വളരെ കൃത്യമായിട്ട് അമേരിക്കയുടെ കൈകളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അമേരിക്ക എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഭരിക്കുന്നത് ട്രംപിനെ പോലൊരു മരമണ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഏത് സമയവും നടത്തപ്പെടാൻ കഴിയുന്ന തരത്തിലാണ്. ആദ്യം നമുക്കറിയാം വെനസ്വേലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വെനസ്വേലയെ നിക്കോളസ് മഡുറയെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നു. അതിനുശേഷം ഗ്രീൻലാൻഡ് പിടിച്ചടക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു. മറ്റൊന്ന് ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധ സാധ്യതകൾ കണ്ടെത്തുന്നു. ഒപ്പം തന്നെ ഗാസയിലെ പ്രശ്നങ്ങൾ. അതിനുശേഷം ഇനി തായ്വാൻ വിഷയം ഉണ്ടാകാതിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും തായ്വാനെതിരെ വേണമെങ്കിലും അത്തരത്തിലൊരു നീക്കം നടത്താൻ അമേരിക്ക തയ്യാറാവും. കാരണം ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ആണവ പദ്ധതിയുടെ വിവരങ്ങളടക്കം വളരെ കൃത്യമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ വേണമെങ്കിലും ചൈനയ്ക്കെതിരെ ആയുധം പ്രയോഗിക്കാം, ആണവ നിലയങ്ങളിൽ ബോംബ് വർഷം നടത്താം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചൈനയെ തകർക്കാൻ എളുപ്പമാണ് അമേരിക്കയ്ക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആക്രമണ ഭീതി കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തായ്വാനെ ആക്രമിക്കുന്നത് ചൈനയെ ആക്രമിക്കുന്നതിന് തുല്യമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അതുകൊണ്ട് ചൈനയെ ചതിച്ചത്, ചൈന എന്ന് പറയപ്പെടുന്ന രാജ്യം വളർച്ചയുടെ കുതിപ്പിലായിരുന്നു. മാത്രമല്ല
അമേരിക്കയ്ക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ പലപ്പോഴും റഷ്യയും ചൈനയും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയും ചൈനയും ഒരു കക്ഷിയായി, ഒരു ബന്ധത്തിലൂടെ, ഒറ്റ കെട്ടായി, ഒരു 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 നല്ല ബന്ധത്തിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഇന്ത്യയും. അങ്ങനെ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു വലിയ സഖ്യകക്ഷികൾ രൂപം കൊള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെയാണ് അമേരിക്ക ഇപ്പോൾ ആണവ നിലയങ്ങളുടെ അല്ലെങ്കിൽ ആണവ പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള കണക്ക് അത് ഇപ്പോൾ ചോർത്തിക്കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഇനി തായ്വാനിലേക്കുള്ളൊരു കടന്നുകയറ്റം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചൈനയെ തകർക്കുവാനുള്ള അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്, അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ചൈനയുടെ ആണവ നിലയങ്ങളെ തകർക്കുക എന്നുള്ളതായിരിക്കും. അതിനുശേഷമായിരിക്കും ചൈനയുടെ വ്യാപാര സാമ്പത്തിക മേഖലകളെ തകർക്കുന്നതിനുള്ള ഒരു യാത്ര തുടരുന്നത് ട്രംപ്. പക്ഷേ അതിനു മുൻപ് ട്രംപിനെ ഒതുക്കുന്ന കാര്യം ഈ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.